പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ വലിയ രക്ഷയുടെ സദ്വാർത്തയിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ആനന്ദിക്കുന്നതും എപ്പോഴും സന്തോഷിക്കുന്നതും ഈ ഒരു സദ്വാർത്ത പറയുമ്പോഴാണ്. കാരണം അനേകർക്ക് ഇന്ന് വെളിപ്പെടുത്തി കിട്ടാത്ത ഒരു വലിയ സത്യം കർത്താവായ ദൈവം തൻ്റെ സ്നേഹത്തിൽ എനിക്ക് തന്ന ഈ വെളിപാടിനെ ഓർത്ത് ഞാൻ സ്തോത്രം പറയുകയാണ്. ഈ ഒരു സത്യം നമ്മൾ അറിയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. മനുഷ്യർക്ക് യഹൂദ മതത്തിലെ ആൾക്കാരെ പോലെ പലപ്പോഴും ആത്മീയമായ അന്ധരാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു, പൗലോസ് യഹൂദ മതത്തിലെ വലിയൊരു പ്രമാണി പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ സ്വന്തം ജനമാകുന്ന ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെടണം. ഞാൻ അവരുടെ കൂട്ടത്തിലായിരുന്നെങ്കിലും എനിക്കറിയാം അവർക്ക് ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന് വേണ്ടി വലിയ തീഷ്ണതയുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ തീഷ്ണതയിലല്ല, ശരിയായ അറിവിൻ്റെ പശ്ചാത്തലത്തിലല്ല. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞതരായതുകൊണ്ട് അവർ ദൈവനീതിക്ക് കീഴ്വഴങ്ങുന്നില്ല. ഇന്ന് നമുക്കും പറ്റുന്ന അബദ്ധം അതാണ്. ഒരു വശത്ത് നമ്മൾ നമ്മുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും നേർച്ചകളും കാഴ്ചകളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അറിയണമെങ്കിൽ ദൈവവചനത്തിലൂടെ മാത്രം, അത് ബുദ്ധിതലത്തിൽ പഠിക്കുന്നതല്ല, ഇത് വെളിപ്പെടുത്തി കിട്ടണം. ദൈവത്തിൻ്റെ നീതി യേശു ക്രിസ്തുവാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം പറഞ്ഞു നിർത്തിയത് 2 കൊറിന്ത്യൻസിൻ്റെ 5:21 പറയുന്നു, പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി ദൈവം പാപമാക്കി. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ നീതി നമുക്ക് ലഭിക്കാനായിട്ട്. യേശു വന്നൊരു എക്സ്ചേഞ്ച് നടത്തി. ദൈവത്തിൻ്റെ പുത്രനായ യേശു, ദൈവം തന്നെയായ യേശു, സൃഷ്ടാവ് തന്നെയായ യേശു തൻ്റെ ദൈവികത്വമെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മളെപ്പോലെ നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ജനിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഉദരത്തിലൂടെ കടന്നു വന്നു. എന്നാൽ ആ സ്ത്രീ കന്യകയായ ഒരു സ്ത്രീയിലൂടെയാണ്. അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തത്, യേശുവിൻ്റെ വരവിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ഒരു പുരുഷൻ്റെ ബീജമല്ല. കാരണം ഈ പുരുഷൻ്റെ ബീജം പാപം നിറഞ്ഞതായതുകൊണ്ട് പുരുഷൻ്റെ സ്പർശനമേൽക്കാത്ത ഒരു കന്യക മറിയത്തിൽ നിന്നും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നേരിട്ട് കടന്നു വന്ന് അവിടെ യേശുവിന് ജന്മം കൊടുക്കുകയാണ്. അങ്ങനെ മനുഷ്യനായി അവതരിച്ച യേശു എൻ്റെയും നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് ഒരു എക്സ്ചേഞ്ച് നടത്തുകയാണ്. അവൻ നമ്മളുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് ദൈവത്തിൻ്റെ നീതി നമുക്ക് തരികയാണ്. നമ്മുടെ ശിക്ഷയാകുന്ന മരണം അവൻ ഏറ്റെടുത്തിട്ട് നമുക്ക് ജീവൻ നൽകുകയാണ്. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാൻ, അത് സമർത്ഥമായി നൽകുവാൻ. ആ യേശു, അവനെക്കുറിച്ച് യോഹന്നാൻ്റെ 11-ാം അധ്യായത്തിൽ 49 50 വചനത്തിൽ പറയുന്നുണ്ട്, അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ജനം മുഴുവനും നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. ആ കയ്യപ്പാസ് ഇത് സ്വമേധയാ പറഞ്ഞതല്ല. പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് അറിയാതെ പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും വചനം പറയുന്നു. എല്ലാവർക്കും വേണ്ടിയും ഒരുവൻ മരിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് 2 കൊറിന്ത്യൻസിൻ്റെ 5-ാം അധ്യായം 15-ാം വാക്യത്തിലും പറയുന്നു, ജീസസ് ഡൈഡ് ഫോർ ഓൾ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തെ സംബന്ധിച്ച് ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ കാര്യമാണ്. ദൈവം സൃഷ്ടിച്ചത് ആദമാകുന്ന ഒരു മനുഷ്യനെയാണ്. ആ ഒരു മനുഷ്യൻ്റെ വാരിൽ നിന്നാണ് സ്ത്രീയെ എടുത്തത്. അങ്ങനെ ആ സ്ത്രീയും പുരുഷനും കൂടെ പെരുകി വർദ്ധിച്ച് ഈ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാകണം.
ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അധികാരത്താലും. എന്നാൽ അത് സംഭവിച്ചില്ല. അവർ ദൈവവചനം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിച്ച് യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് പിശാച് പറയുന്നത് കേട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ ഛായ നഷ്ടപ്പെട്ടു. അവർ പിശാചിൻ്റെ അടിമയായി. അവരാണ് പെരുകി വർദ്ധിച്ചത്. ആ ഒരു മനുഷ്യൻ അവനും സന്തതികളും പെരുകി വർദ്ധിച്ച ഈ സമൂഹം ദൈവത്തിന് യൂസ്ലെസ് ആണ്. എന്നാൽ ദൈവം അവിടെ പരാജയപ്പെടുന്നില്ല. ദൈവം ഒരു റിഡംഷൻ, ഒരു വീണ്ടെടുപ്പ് നടത്തുകയാണ്. അതിനുവേണ്ടി ദൈവം വേറെ ഒരു സൃഷ്ടി ആരംഭിക്കുക. വേറെ ഒരു സൃഷ്ടി ആരംഭിക്കാൻ വേണ്ടി വേറെ ഒരു മനുഷ്യൻ വരണം. ആ മനുഷ്യനാണ് സ്വർഗത്തിലെ ദൈവമായ യേശു ക്രിസ്തു. അവൻ മനുഷ്യനായി അവതരിച്ച് രണ്ടാമത്തെ ആദം, അവസാനത്തെ ആദമായിട്ട് വന്നിട്ട് ഈ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഇവൻ മരിക്കുകയാണ്. നമ്മൾ റോമൻസിൻ്റെ 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: ആദത്തിൻ്റെ പാപത്തിന് സാദൃശ്യമായ പാപം ചെയ്യുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ്. ആദം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം. പുതിയ നിയമമെന്നും പഴയ നിയമവും നമ്മൾ വിളിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. പഴയ നിയമമില്ലാതെ പുതിയ നിയമമില്ല. പുതിയ നിയമം പഴയ നിയമത്തിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. പഴയ നിയമം പുതിയ നിയമത്തിൽ വെളിപ്പെടുകയാണ്. പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ ഒരു നിഴലാണ്. അല്ലെങ്കിൽ പഴയ നിയമം വരുവാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ ഒരു നിഴലാണ്. പുതിയ നിയമം യാഥാർത്ഥ്യവുമാണ്. യാഥാർത്ഥ്യമില്ലെങ്കിൽ നിഴലില്ല. അപ്പോൾ ഒരു യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ടാണ് ഒരു നിഴല്. യഥാർത്ഥമായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ ദൈവം ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിലൂടെ ദൈവം പ്രോഗ്രസീവായിട്ട് വെളിപ്പെടുത്തുന്നതാണ്. ആദം വരുവാനിരിക്കുന്നവൻ്റെ നിഴലാണെന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആദം യഥാർത്ഥമായിട്ട് വരുവാനിരിക്കുന്ന യേശുവിൻ്റെ നിഴലായിരുന്നു. ഈ ആദ്യത്തെ ആദം നമ്മൾ നേരത്തെ കേട്ടു, സൃഷ്ടിക്കപ്പെട്ടത് യേശുവിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമായിരുന്നു. അവൻ പാപം ചെയ്തു, അവൻ നശിച്ചുപോയി, അവൻ്റെ സന്തതികളൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു പോയി. ഈ ആദവും ഈ ആദത്തിലൂടെ വന്ന സൃഷ്ടിക്കും ദൈവത്തിന് മുമ്പിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവരെ വീണ്ടെടുക്കാൻ വേണ്ടി രണ്ടാമത്തെ ആദം അല്ലെങ്കിൽ അവസാനത്തെ ആദം വന്നു.